ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മലങ്കര പുൻരേക്ക ശില്പിയായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള 8-ാം ദിവസമായ ഇന്ന് നാം പിതാവിന്റെ വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ 5-ാം അധ്യായമായ വിശുദ്ധ കുർബാന യാഗം എന്ന ഭാഗമാണ് ചിന്താ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ എന്താണ് യാഗമെന്നും ഏതെല്ലാം വിധത്തിൽ വിശുദ്ധ കുർബാന യാഗമാകുന്നുവെന്നും അവ ഏതെല്ലാമെന്നും കർത്താവിന്റെ സ്വയയാഗാർപ്പണം എന്താണെന്നും എന്നുള്ള സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് പിതാവ് ഉത്തരം നൽകുന്നു. ഒരുവൻ സ്വപരിത്യാഗം ചെയ്ത് ദൈവത്തിന് പൂർണ്ണമായി അർപ്പിക്കുന്ന സ്വയത്തെയും എന്തും ഏതും ആയവയെയും യാഗാർപ്പണത്തിന്റെ പരിധിയിൽപ്പെടുത്താം. ഒരുവൻ അർപ്പിക്കുന്ന യാഗാർപ്പണത്തിലൂടെ തന്റെ ദൈവസ്നേഹത്തെയും ദൈവസാമീപ്യത്തെയും തിരുമുമ്പാകെ പ്രകടമാക്കാൻ പരിശ്രമിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പല രീതികളിലും പേരുകളിലുമുള്ള ബലിയർപ്പണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കായേലിന്റെയും ഹാബേലിന്റെയും ബലികൾ എത്രമാത്രം ഒരുക്കത്തോടും ആഗ്രഹത്തോടും കൂടിയാണ് നാം ബലിയർപ്പിക്കേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. പുറപ്പാട്, ലേവ്യർ പുസ്തകങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പാപപരിഹാര ബലി, ദഹനബലി എന്നിങ്ങനെ ഇസ്രായേൽ ജനതയും അവരെ നയിച്ച പ്രവാചകന്മാരും അർപ്പിച്ച വിവിധങ്ങളാർന്ന ബലികൾ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ കുരിശിലെ സ്വബലി അർപ്പണം ഒരു പൂർണ്ണയാഗം തന്നെയായിരുന്നുവെന്ന് വന്യ പിതാവ് പഠിപ്പിക്കുന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്റെ ജനത്തോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ യാഗവസ്തുവായി പുത്രൻ തമ്പുരാൻ സ്വയം ബലി അർപ്പിക്കുന്നു. ഈ ബലിയർപ്പണത്തിലെ യാഗവസ്തുവും യാഗ അർപ്പകനും അവിടുന്ന് തന്നെയായിരുന്നു. വിശുദ്ധ കുർബാന എന്നത് ഈ ബലിയർപ്പണത്തിന്റെ അനുസ്മരണമാണ്. നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നാം യേശുവിന്റെ കുരിശിലെ ബലിയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് അനുസ്മരിക്കാം. തന്നെ ശൂന്യനാക്കി നമുക്ക് വേണ്ടി യാഗവസ്തുവായ അവിടുത്തെ സ്നേഹത്തെ നമുക്ക് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഈ ഗ്രന്ഥത്തിൽ പിതാവ് വിശുദ്ധ കുർബാനയെ 4 വിധത്തിൽ യാഗമായി പറഞ്ഞു വെക്കുന്നു. ഒന്നാമതായി, വിശുദ്ധ കുർബാന ദൈവമഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവമുമ്പാകെ സ്തോത്രങ്ങൾ അർപ്പിക്കുവാനുള്ള ഉത്തമ മാർഗമാണ്. രണ്ടാമതായി, യേശുവിന്റെ ബലി വിശുദ്ധ സഭ യാഗരൂപത്തിൽ ദൈവത്തിന് അർപ്പിക്കുന്ന മഹാരഹസ്യമാണ്. മൂന്നാമതായി, വിശുദ്ധ കുർബാന സ്വയം കാഴ്ചയായി ദൈവത്തിന് അർപ്പിക്കുവാനുള്ള വിശുദ്ധ കൂദാശയാണ്. അങ്ങനെ നാമും ഒരു യാഗമായി മാറുന്നു. നാലാമതായി, നമുക്ക് ലഭിച്ചിട്ടുള്ള എന്തും, സമ്പത്തും സമാധാനവും രോഗപീഠകളും ദൈവസമ്പത്തും അവിടുത്തെ മഹത്വത്തിനായി കുർബാനയിലൂടെ നാം സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും ക്രിസ്തു അർപ്പിച്ച യാഗാർപ്പണത്തിന്റെ മനോഭാവത്തോടെ സ്വയം പരിത്യജിച്ച യേശുവിനെ പോലെ മറ്റൊരു ക്രിസ്തുവായി മാറിക്കൊണ്ട് രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവന് വേണ്ടി സ്വയം ഇല്ലാതെയായി തീരുവാനും അവന്റെ ആവശ്യങ്ങളിൽ, സന്തോഷങ്ങളിൽ, സങ്കടങ്ങളിൽ അവരോട് ചേർന്ന് ജീവിക്കുന്ന യേശുവായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.